ഏഡൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി ഇരുമ്പൻപുളി അല്ലെങ്കിൽ ശീമപ്പുളി അച്ചാറാണ്. ഇപ്പോൾ ഈ ഇരുമ്പൻപുളിയുടെ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും സുലഭമായി കിട്ടുന്നതാണിത്. ഇരുമ്പൻപുളി കേരളത്തിൽ ഇപ്പോൾ സുലഭമാണെങ്കിലും മലേഷ്യയാണ് ഇതിൻ്റെ സ്വദേശം. ചില സ്ഥലങ്ങളിലൊക്കെ ഇരുമ്പൻപുളി, ശീമപ്പുളി, മീൻപുളി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നതാണ്. ഇതിലിപ്പം ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിനെ അച്ചാറാക്കാം. ഈ കാണുന്നത് മനോഹരമായൊരു ഹോം സ്റ്റേ ആണ്. ഗവി യാത്രക്കാർക്കൊക്കെ താമസിക്കാൻ സൗകര്യത്തിനുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഇത്. ഗവിയുടെ കവാടമായ ആങ്ങമൊഴിയിലെ വാലുപാറയിലുള്ള ഹോം സ്റ്റേ ആണ്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനുള്ള പുളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പുളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയിലേക്ക് നല്ലപോലെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് കുറച്ച് നേരം വെയിലത്ത് വെക്കാം. ഒരു 2 ദിവസമൊക്കെ വെയിലത്ത് വെച്ച് ഇതിനകത്തിലെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് വലിഞ്ഞു പോകുന്നതിന് ശേഷം അച്ചാർ ഇടുകയാണ്. വളരെ ടേസ്റ്റായിരിക്കും. ഇതിപ്പോൾ കുറച്ച് നേരം മാത്രമേ വെക്കുന്നുള്ളൂ. ഒരു 2-3 മണിക്കൂർ വെയിലത്ത് വെക്കുകയാണ്. ഇപ്പോൾ ഇതിലെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാം. അതിനുവേണ്ടി കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളിയും എടുത്തിട്ട് ചൂടായ സൺഫ്ലവർ ഓയിലിലേക്ക് കുറച്ച് കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 2-3 സ്പൂൺ മുളക് പൊടി ആവശ്യമുണ്ട്. ഇനിയും ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഇരുമ്പൻപുളി ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. 2-3 ദിവസത്തിന് ശേഷമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അധികകാലം വെച്ചിരുന്ന് ഉപയോഗിക്കാനാണെങ്കിൽ വെയിലത്ത് വെക്കുമ്പോൾ ഒരു 2-3 ദിവസമൊക്കെ വെയിലത്ത് വെച്ച് വെള്ളം പൂർണ്ണമായി വറ്റിയതിന് ശേഷം അച്ചാറിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അധികകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും.